രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾക്കറിയാം, പുതിയ പോലീസ് സ്റ്റേറ്റ് ചീഫ് റവാഡ ചന്ദ്രശേഖർ ചാർജ് എടുത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത്. അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ DGയെ കണ്ടിട്ട് ഞാൻ കൊടുത്ത പരാതി നിങ്ങൾക്കറിയാം. അജിത് കുമാറുമായി ബന്ധപ്പെട്ടും സുജിത്നാറുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്ന പരാതി 6 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി അതിൻ്റെ പെറ്റീഷണർ എന്ന നിലക്ക് എനിക്ക് നൽകാൻ നിയമപരമായ ബാധ്യത പോലീസ് സ്റ്റേറ്റ് ചീഫിനുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12/4 ഏപ്രിൽ 12 അന്നത്തെ DG ആയിരുന്ന പോലീസ് ചീഫിന് മെയിൽ വഴിയും കത്ത് വഴിയും ഈ കോപ്പി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ ദിവസം വരെ ലഭ്യമാകാത്തതിൻ്റെ കാര്യമന്വേഷിച്ച് പുതിയ DGയെ കാണാൻ വേണ്ടി വന്നായിരുന്നു. പുതിയ DG സ്ഥലത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അഡ്മിനിസ്ട്രേഷൻ DGക്ക് ആ കത്ത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ കോപ്പി ഇവർ തരാൻ തയ്യാറായില്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനായ ഒരു പെറ്റീഷണർക്കും നമ്മുടെ നിയമത്തിൻ്റെ പിൻബലത്തിൽ അവകാശമുള്ളതാണ് പരാതിക്കാരന് ആ പരാതി അന്വേഷണം നടത്തിയാൽ ആ റിപ്പോർട്ടിൻ്റെ കോപ്പി നൽകുക എന്നത്. ആ ഒരു പ്രാഥമിക മര്യാദ പോലും ഈ ഗവൺമെൻറ് പാലിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും അവർക്ക് തരാൻ മനസ്സില്ലെങ്കിൽ ആ കോപ്പിക്ക് വേണ്ടി കോടതിയെ സമീപിക്കും. യഥാർത്ഥത്തിൽ ആ കോപ്പി കിട്ടി അദ്ദേഹത്തിൻ്റെ ഇതിനെതിരെ ഞാൻ കൊടുത്ത മൊഴികൾ, തെളിവുകൾ അതെങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത് എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൃത്യമായ എവിഡൻസുകൾ രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള രേഖകളടക്കം നൽകിയതാണ്. അതെങ്ങനെയാണ് ഈ അന്വേഷണ സംഘം മാനിപ്പുലേറ്റ് ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടണം. ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇനിയും പോലീസിന് അത് തരാൻ ഉദ്ദേശമില്ലെങ്കിൽ ആദ്യം റിപ്പോർട്ട് ലഭ്യമാകാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. റിപ്പോർട്ട് ലഭ്യമായാൽ ആ റിപ്പോർട്ട് പഠിച്ചുകൊണ്ട് അതിലെന്ത് കള്ളക്കളിയാണ് അജിത് കുമാറിനെയും സുജിത് ദാസിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ആ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് ജുഡീഷ്യൽ ഓർ ജുഡീഷ്യൽ അന്വേഷണം. കാരണം പോലീസ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, നമുക്കറിയാം. ഇവിടെ ഈ പറയപ്പെടുന്ന DGയൊക്കെ മാറിയെങ്കിലും, റവാഡ പുതിയ DG ആയി വന്നെങ്കിലും ഇപ്പോഴും പോലീസ് HQ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ അജിത് കുമാറിൻ്റെയും സംഘത്തിൻ്റെയും കരാള ഹസ്തങ്ങളുടെ പിടിയിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും പരാതിക്കാരന് നൽകാതിരിക്കാനുള്ള ധൈര്യം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ഇവിടെ നമ്മുടെ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടതാണ്. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ, നമുക്കറിയാം, ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് കോടതിയിലും പോലീസ് കസ്റ്റഡിയിലും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുമാണുള്ളത്. ഏകദേശം 1.5 മാസം കഴിയുകയാണ്. ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിലെ ടൂറിസം പദ്ധതിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു, പെയ്ഡായിട്ട് വന്നിരുന്നു, ക്യാഷ് വാങ്ങി പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്ന സത്യം കേരളത്തിലെ ജനത അറിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം വന്നൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ച്, മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചും ഇവരുടെ അറസ്റ്റ് നടക്കുന്ന ഏകദേശം 1.5 മാസം മുമ്പ് തന്നെ ഈ കാര്യം വ്യക്തമായി അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഒളിച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയാതിരുന്നത്? രണ്ടാമത്, ഈ കേന്ദ്രം ഇത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ കേരളത്തിലെ ഒരു പെയ്ഡ് ഗസ്റ്റായിട്ട് അവർ വന്നിരുന്നു എന്ന വിവരം അറിയിച്ചോ? പിന്നീട് അറിഞ്ഞിട്ടുള്ള വിവരം ഈ പറയുന്ന ടൂറിസം മന്ത്രിയുമായിട്ട് ഇവർ നിരന്തരമായി ഫോൺ സംഭാഷണം നടത്തിയെന്നതാണ്. അതെന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിലുള്ള ബഹുമുഖമായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതിന് ടൂറിസം മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. ടൂറിസം മന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്നാണ്. അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് പത്രക്കാരായ നിങ്ങളെ വിളിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്
എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ടായിരുന്നു. മന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റുമായി ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇത് ഒരു വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് ഇതൊരു കേന്ദ്ര ഏജൻസി കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്നോ ടൂറിസത്തിൻ്റെ ഓഫീസിൽ നിന്നോ ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം കൊച്ചിയിലെ ഷിപ്പ് യാർഡിൽ വരെ അവർ പോയിട്ടുണ്ട് എന്നതാണ് ഇന്ന് ഈ പത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ അവരെവിടെയൊക്കെ പോയി? ഇവിടെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഈ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയൊക്കെ ഒരുപാട് കേന്ദ്രങ്ങൾ കൊച്ചിയിലും പരിസരത്തുമുണ്ട്. അവിടെ എവിടെയൊക്കെ അവരെ പോയി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് പാകിസ്ഥാൻ ഇത് ചോർത്തിക്കൊടുത്ത ഇവർ ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്? എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടും ടൂറിസം മന്ത്രിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടത്? ആ വാർത്തകൾ ശരിയാണോ? അതിൽ വസ്തുതയുണ്ടോ? ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക്, റിസർച്ച് അനലൈസ് വിങ് എന്ന് പറയുന്ന റോക്കും NIA-ക്കും പരാതി കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്.